യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 128 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളിൽ നിന്നുണ്ടാകുന്ന കൃപാവരങ്ങൾ, ശുശ്രൂഷാവരം 3-ാമത്തെ ഭാഗം. റോമാലേഖനം 12-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നെങ്കിൽ പ്രബോധനത്തിന്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സേവ്ഡ് ടു സേർവ്, സേവനത്തിനായി രക്ഷിക്കപ്പെട്ടു. നമ്മളെ സേവനത്തിന് വേണ്ടിയായിരിക്കുന്ന ശുശ്രൂഷ, അതൊരു കൃപയാണ്, നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒത്തിരി മാതൃകയുണ്ട്. ആ മാതൃക എത്രമാത്രമെന്ന് പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം മാതൃകയുണ്ട്. ലോക ചരിത്രത്തിലെ ശിഷ്യന്മാരാണ് ഗുരുവിൻ്റെ കാലുകൾ കഴുകുന്നത്. നമ്മുടെ കർത്താവ് ഈ പാവപ്പെട്ട തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സേവനം വലുതാണ്. ഇനി നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കണം. ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് ക്രിസ്തുവിലുള്ള ഭാവം? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവൻ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവനൊരു വലിയവനായെന്നല്ല, ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. എവിടം വരെയാ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. നമ്മുടെ കർത്താവ് ഇവിടെ വന്നത് ഒരു യജമാനനായിട്ട് ദാസന്മാരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല വന്നത്. പിന്നെയോ മർക്കോസ് 10:45 താൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, അങ്ങനെയാണ് താന് വന്നേക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിന്റെ സമാപന കാലമാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം. തൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ്. അതിന് 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം അവിടെ പറയും, ലൂക്കോസ് മാത്രം എന്നോട് കൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ, ആകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവൻ, അവൻ ശുശ്രൂഷിപ്പാൻ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് ശുശ്രൂഷിപ്പാൻ അവൻ യോഗ്യനാണ്. അതുകൊണ്ട് അവൻ എവിടം വരെ എത്തി? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷങ്ങളിൽ 2-ാമത്തെ പുസ്തകമായിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം എഴുതുവാൻ ദൈവം ഈ മർക്കോസിനെ ഉപയോഗിച്ചു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം ശുശ്രൂഷ ചെയ്താൽ ദൈവം നമ്മെ ഉയർത്തും.
നാം ഉയരണമെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യണം. ഒരു ശുശ്രൂഷയും ചെയ്യാതെ എനിക്ക് ഉയരണമെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഉയർത്തുകയില്ല. ചിലരുടെ ആഗ്രഹം ഉയരണമെന്നാ. ഉയരണമെങ്കിൽ കാര്യമുണ്ട്. നാം കഴിവിൻ്റെ പരമാവധി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യണം. ബൈബിളിനകത്ത് പല സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. ശുശ്രൂഷയുടെ മുൻപിലുണ്ടായിരുന്ന ഒരുപാട് സഹോദരിമാരെ പറ്റി പറയുന്നുണ്ട്. അത് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. അവിടെ 2 സഹോദരിമാരുടെ പേര് പറയുന്നുണ്ട്. യോഹന്നയും സൂസന്നയും. തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച വസ്തുവകകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് വിറ്റാണോ എങ്ങനാണെങ്കിലും ആ സഹോദരിമാരെ ശുശ്രൂഷ ചെയ്തു പോരുന്നു. മത്തായി 27:55 ഗലീലിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ച വന്ന സ്ത്രീകൾ. ഒരു കാര്യം മനസ്സിലാക്കണം, നാം സേവനം ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് ആ ഒരു വരവുണ്ടാകണം. ആ വരവുണ്ടായാൽ നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ കർത്താവ് അവൻ ദാസനെ പോലെ സേവ ചെയ്തു. ദാസനെ പോലെ സേവ ചെയ്തു. വേദപുസ്തകത്തിലെ ആളുകൾ പറയുന്നത്, വേദപുസ്തകത്തിലെ താക്കോൽ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. വിവരിക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ ഓമനകുമാരനെ യാഗമാക്കി. അവനെ നൽകുവാൻ തക്കവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അവൻ അതിന് യാഗമായി തീർന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ പോലെ ഇതുപോലെ യാഗമായ ഒരു വ്യക്തി ലോകത്തിലുണ്ടോ? ഗസമന തോട്ടം മുതലേ ഗൊൽഗോത്ത വരെയും ദൈവം, മഹാദൈവം ഏതെല്ലാം കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. 2 കള്ളന്മാർ നടുവിൽ യേശു തൂങ്ങപ്പെട്ടു. ഒടുവിൽ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ പിതാവിൻ്റെ കരം ഏൽപ്പിച്ച യേശു വേഗം വരാറായി, നമുക്കൊരുങ്ങാം. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. അതിനോട് നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.